ഹായ്, വെൽക്കം ടു എപ്പിസോഡ് 3. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംരംഭകർ അവരുടെ ബിസിനസ്സുകളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട 10 ബിസിനസ് സ്ട്രാറ്റജികളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ ആ 10 ബിസിനസ്സിൽ നമ്മൾ 5 എണ്ണമാണ് കഴിഞ്ഞ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എപ്പിസോഡ് 1 തീർച്ചയായിട്ടും കാണേണ്ടതാണ്. നമ്മളതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത 5 സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനകത്തുള്ള ഫസ്റ്റ് സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന നമ്മളൊരു ഫാൻ പേജ് ക്രിയേറ്റ് ചെയ്യാമെന്ന് പറയാൻ. നിങ്ങൾ നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ അപ്ഡേറ്റ് റിലീസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് വന്നു. അപ്പോൾ അതൊക്കെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്നതും ആ ഒരു ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ എത്തിക്കലേക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് എത്തിക്കാനുള്ള ഒരു മാർഗ്ഗമാണ് നിങ്ങളൊരു ഫാൻ ബേസ് നിങ്ങൾ കീപ്പ് ചെയ്യുക. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് ഓൾറെഡി ഇപ്പം പല ഗ്രൂപ്പുകളും കാണുന്നുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ജോയിൻ ചെയ്യാറുണ്ട്. സോ അതാണ് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. സോ അങ്ങനെ ഒരു 10-20 ഗ്രൂപ്പുകൾ നിങ്ങളൊരു ഫാൻ പേജ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഓരോ അപ്ഗ്രേഡ്സും കറക്റ്റായിട്ട് നിങ്ങളുടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, സോ അതൊരു 6th മെത്തേഡായിട്ട് നമുക്ക് കൂട്ടാം. അടുത്ത മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ആഡ്സ് നമ്മുടെ സ്ട്രാറ്റജിയാണ്. ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് ആഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ വളരെ ഡീപ്പായി പഠിച്ചിട്ട് അത് മെല്ലെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാം. എന്താണ് ഓർഗാനിക് ആഡ്? ഓർഗാനിക് ആഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണച്ചെലവില്ലാതെ സോഷ്യൽ മീഡിയയിലേക്ക് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് ഓർഗാനിക് ആഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഓർഗാനിക് ആഡ് എന്താണ്? നമ്മൾ ഫേസ്ബുക്കിനോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനോ അല്ലെങ്കിൽ ട്വിറ്ററിനോ കുറച്ച് അങ്ങോട്ട് പൈസ കൊടുത്ത്, അല്ലെങ്കിൽ ഗൂഗിളിനോ കുറച്ച് അങ്ങോട്ട് പൈസ കൊടുത്തതിന് ശേഷം ആ പൈസ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അവർ നമ്മുടെ പ്രൊഡക്റ്റിനും സർവീസിനെയും പ്രൊമോട്ട് ചെയ്യുന്നു. അതാണ് ഇൻഓർഗാനിക് ആഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് ആഡ് ചെയ്യാനുള്ള ഈസി മെത്തേഡ് വെച്ചാൽ നമ്മളൊരു സോഷ്യൽ മീഡിയ നമ്മുടെ പേജിൽ തന്നെ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം. അതുകൂടാതെ നമ്മുടെ പേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് ഗ്രൂപ്പുകൾ കാണും. ആ ഗ്രൂപ്പുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബിസിനസ്സുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് ലീഡ്സ് കിട്ടും. അതാണ് ഓർഗാനിക് ആഡ് എന്ന് പറയുന്നത്. ഇൻഓർഗാനിക് ആഡ് എന്താണ്? നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാരെ ടാർഗറ്റ് ചെയ്തിട്ട്, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്തിട്ട്, ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ടാർഗറ്റ് ചെയ്തിട്ട് നമ്മുടെ ഐഡിയൽ കസ്റ്റമറിനെ നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം ഒരു എമൗണ്ട് ഓരോ അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള രീതിയിൽ ഒരു പരസ്യം ഡിസൈൻ ചെയ്തിട്ട് ഫേസ്ബുക്കിനെ ഏൽപ്പിക്കുന്നു. ഫേസ്ബുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി നമ്മൾ പറഞ്ഞതുപോലെ ഇത്ര ആൾക്കാരിലേക്ക്, അവരുടെ കയ്യിലാണല്ലോ ഈ ഡാറ്റാബേസിലേക്ക് അവർ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ കസ്റ്റമർ, നിങ്ങളൊരു ബിസിനസ് മാനാണ്, നിങ്ങളൊരു പ്രൊഡക്റ്റ് എന്നെ കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്ക് എൻ്റെ വാളിനകത്ത് സൈഡിനകത്ത് എവിടെയെങ്കിലും ആയിട്ടൊരു ആഡ്, നിങ്ങളുടെ ആഡ് കാണിക്കും. ഇതാണ് ഫേസ്ബുക്ക് ആഡിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് രണ്ട് നിങ്ങൾ പഠിച്ചിരിക്കുക, വളരെ സമയബന്ധിതമായിട്ട് യൂസ് ചെയ്യുക. ഫേസ്ബുക്ക് ആഡിനകത്ത് 3 കാര്യങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എന്താ പറയുക, നമുക്ക് ലീഡ് ജനറേഷൻ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ പേജ് ലൈക്ക് കൂട്ടാൻ പറ്റും, നിങ്ങളുടെ പേജ് ലൈക്കും. അതായത് നമുക്ക് 2 തരത്തിലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത്. ഒന്ന്, നമുക്ക് ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് ആ സാധനം ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് ഐ വാണ്ട് ദിസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്യാമ്പയിൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേജിനെ ഷൗട്ട് ഔട്ട് ചെയ്യുന്ന രീതിയിൽ പേജ് ലൈക്ക് ചെയ്യുന്നു, പേജ് ഷെയർ ചെയ്യുന്നു, അങ്ങനെയുള്ള ടൈപ്പ് ക്യാമ്പയിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 മെത്തേഡ്, ഏത് മെത്തേഡാണ് നമുക്ക് ആവശ്യമുള്ള ആ മെത്തേഡിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ക്യാമ്പയിൻ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാം. അപ്പം നമ്മൾ ഫേസ്ബുക്ക് ആഡിൻ്റെ പറഞ്ഞു. ഇനി ഫേസ്ബുക്ക് ആഡിൽ അടുത്തത് വരാനുള്ളത്, കൺസിഡർ നിങ്ങളൊരു ഫസ്റ്റ് ആഡ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് സെറ്റപ്പ് പീപ്പിൾ കിട്ടി. പിന്നെ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് റീടാർഗറ്റിംഗ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ ഐഡിയൽ കസ്റ്റമർ മനസ്സിലായി. സോ നമ്മൾ എങ്ങനെയാണ് അവരെ റീടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ റീടാർഗറ്റിംഗ് ഓഫ് യൂസിങ് ഫേസ്ബുക്ക് ആഡാണ് നമ്മുടെ ഒരു പോയിൻറ്റ് നമ്പർ 8 ആയിട്ട് വരുന്നത്. ഓക്കെ, സോ 8ാമത്തെ വെച്ചാൽ നമ്മുടെ ഫേസ്ബുക്കിൽ കിട്ടിയ ആൾക്കാരെ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നമ്മുടെ ക്യാമ്പയിൻ ക്ലിക്ക് ചെയ്ത ആൾക്കാർ നമ്മൾ വീണ്ടും അതേ ടൈപ്പിലുള്ള ആൾക്കാർ റീടാർഗറ്റ് ചെയ്യുന്നു. അതിന് ഗുണം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ആമസോണിലോ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് നോക്കി, ഓക്കെ, പക്ഷെ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ കൂടി
നമ്മൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലും നോക്കി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ ഈ പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കും. ഫേസ്ബുക്ക് ആണെങ്കിലോ ഗൂഗിൾ ആണെങ്കിലോ എല്ലാവരും ഈ പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ടിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഓക്കെ, ഒരു തവണ മിസ്സായി, ബട്ട് ആക്ച്വലി സ്റ്റിൽ നമ്മുടെ മനസ്സിലേക്ക് ആ പ്രൊഡക്റ്റിനെ വീണ്ടും 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 ആൾക്കാർ പെർസീവ് ചെയ്യുകയാണ്. അറ്റ് വൺ മൊമെൻറ്റ് വി മേ ടെൻ ടു ബൈ ദീസ്, റൈറ്റ്? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഓപ്ഷൻ. അപ്പോൾ റീടാർഗറ്റിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് 8ാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി 2 പോയിൻറ്റുകളാണുള്ളത്. അതിനകത്ത് ഒരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് മോർ ടെസ്റ്റിമോണിയൽസ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മുടെ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ മൈ ബിസിനസ് പേജ് ഉണ്ടെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് പേജിൽ ടെസ്റ്റിമോണിയൽ വാങ്ങാം. നിങ്ങൾക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് റെക്കമെൻഡേഷനിൽ ടെസ്റ്റിമോണിയൽ വാങ്ങാം. ഇല്ലെങ്കിൽ അവരോടൊരു വീഡിയോ കണ്ടൻറ്റായിട്ട് വീഡിയോ അയച്ചു തരാൻ പറയാം. ലൈക്ക് ആൾക്കാർ വളരെ 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 ഈ പ്രത്യേകിച്ചും ഈ കോവിഡ് സമയത്തുകളിൽ ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രസ്റ്റ് ഭയങ്കര മേജർ ഫാക്ടറാണ്, അല്ലേ? 100 ആൾക്കാർ നല്ലത് പറഞ്ഞെങ്കിൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ട്രൈ ടു ബൈ ദാറ്റ്, റൈറ്റ്? അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമറുടെ അടുത്ത് നിന്ന് നമ്മൾ ഒരുപാട് വീഡിയോ ടെസ്റ്റിമോണിയൽസ്, ഓഡിയോ ടെസ്റ്റിമോണിയൽസ് വാങ്ങാം. ഓക്കെ, ഇതൊരു നല്ല മെത്തേഡാണ്. സോ ദിസ് ഹിയർ കംസ് ദ 9th one. Yeah, so last and the final one. Yeah. സോ ഇത് വളരെ നിങ്ങൾക്ക് ചെയ്യണം ഉണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങളുടെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തരത്തിലാണ് നമുക്ക് പറ്റുക. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ടാർഗറ്റിംഗ് വഴി നമുക്ക് 2 തരത്തിലുള്ള ലീഡാണ് കിട്ടുക. ഒന്ന് വെച്ചാൽ ഇൻബൗണ്ട് ലീഡും ഒന്ന് ഔട്ട് ബൗണ്ട് ലീഡും. എന്താണ് ഡിഫറൻസ് ഇൻബൗണ്ടും ഔട്ട് ബൗണ്ടും? ഇൻബൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അണ്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് ഈ സാധനം ഇഷ്ടമാണ്, താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെയാണ് നമ്മൾ ഇൻബൗണ്ട് എന്ന് പറയുക. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് റീച്ച് ചെയ്യുന്നു. നമ്മളൊരു ഇതിട്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൺവിൻസ് ചെയ്യുന്നൊരു മെത്തഡാണ് ഇൻബൗണ്ട് ഔട്ട് ബൗണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രാറ്റജി ഇൻബൗണ്ട് ലീഡിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഈ 2 ആൾക്കാർ 2 പെർസ്പെക്റ്റീവ്സാണ്. ഇൻബൗണ്ട് നമുക്ക് ഒരാൾ ഇങ്ങോട്ട് പഴത്തിന് എത്ര പൈസ ആവശ്യമായിട്ട് വരുന്നു, മറ്റാളടുത്ത് നമ്മൾ പഴം വേണമെന്ന് വെച്ച് പോകുന്നു. ഇതാണ് ഇപ്പോൾ ഈ 2 പെർസ്പെക്റ്റീവ്. ഈ 2 ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള ടൈപ്പിലുള്ള അഡ്വർടൈസ്മെൻറ്റ്, 2 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള പിച്ചിങ്, 2 ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കൊളാട്രൽസ്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഇതിന് 2ഉം കൂടി ഒന്നാക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കൺസിഡർ ഇപ്പോൾ നിങ്ങൾ 2ഉം ഒന്നാക്കിയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇൻബൗണ്ട് ലീഡ്സിനെയും ഔട്ട് ബൗണ്ട് ലീഡ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് 10ാമത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അപ്പം നമ്മൾ കഴിഞ്ഞ ഈ എപ്പിസോഡുമായിട്ട് നമ്മൾ 10 മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കോംപ്ലക്സിറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് കേരള പേജിൽ നിങ്ങൾക്ക് റൈറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാ ആൾക്കാരും ബിസിനസ് കേരള നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക. നമ്മുടെ ബിസിനസ് കേരള .online എന്നുള്ള ബ്ലോഗ്സ് നിങ്ങൾ വായിക്കാനകത്ത് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് യൂട്യൂബും ഫോളോ അപ്പ് ചെയ്യാം. താങ്ക് യു. അപ്പം തീർച്ചയായിട്ടും അടുത്ത എപ്പിസോഡും നിങ്ങൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഒരു അപ്രിസിയേഷൻ തരുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.